അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ. എൻ്റെ പ്രിയപ്പെട്ട വോയിസ് ഓഫ് ഷഫീഖ് ബദരിന്റെ ചാനലിലൂടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു സുന്ദരമായ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് പരിശുദ്ധവും പരിപാവനവുമായ അല്ലാഹു ആദരിച്ച മാസമായ ദുൽഖഅദ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് നാം ഉള്ളത്. ഒരു പക്ഷേ നമ്മുടെ ആയുസ്സിന്റെ അവസാന വെള്ളിയാഴ്ചയായിരിക്കാം. ഒരു പക്ഷേ പരിശുദ്ധമായ നമ്മുടെ ജീവിതത്തിന്റെ പര്യവസാനം കുറിക്കുന്ന അവസാനത്തെ വെള്ളിയാഴ്ചയാണെങ്കിലോ അതുമാത്രമല്ല, ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ മാസത്തിന്റെ പരിശുദ്ധവും പവിത്രമായ മാസത്തിന്റെ ഒരു വെള്ളിയാഴ്ച പകലിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിനെയും പകലിനെയും പരിഗണിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായ സാഹചര്യമാണ്. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് ഏറ്റവും ബാധ്യതയാണ്. ദുൽഖഅദ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച, ഇനിയൊരു വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കടന്നു പോകുന്ന ദുൽഖഅദ മാസത്തിനെ പരിഗണിക്കലും ആ ദുൽഖഅദ മാസത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നേടിയെടുക്കലും നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹിന്റെ തൃപ്തി കരഗതമാക്കുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാനുണ്ട്. ഇതെല്ലാം കഴിയുന്ന നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കാൻ കഴിയുന്ന ഒരു അത്ഭുതത്തിന്റെ ഒരു പദമുണ്ട്. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ രേഖപ്പെടുത്തി തരുന്നു. ആരെങ്കിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ പറയുന്ന ദിക്റിനെ, ഈ പറയുന്ന പദങ്ങളെ ഒരൊറ്റ തവണ, അത് എത്ര വട്ടമാകാം, 1 ആകാം, 3 ആകാം, അല്ലെങ്കിൽ 11 ആകട്ടെ, 21, നമ്മുടെ ആവശ്യത്തിന്റെ കടുപ്പം അനുസരിച്ച് നമുക്കത് ചെയ്യാം. ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. ഈ എണ്ണം ഒരാൾ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കില്ല എന്ന് മുൻഗാമികൾ പരിചയപ്പെടുത്തിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ മുജറബ് എന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ചവരാണ്. ആ അനുഭവത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ ഒരു ദിക്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ചാൽ വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ തുടങ്ങി 100 കണക്കിന് നീറുന്ന വേവുന്ന പ്രയാസ പ്രതിസന്ധികളുടെ വലിയൊരു ഭാണ്ഡം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അവർക്കെല്ലാം സലാമത്തിലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉതകുന്ന ഏറ്റവും വലിയ ഒരു പിടിവള്ളിയാണ് ഈ അത്ഭുതത്തിന്റെ ദിക്ർ. ഏതാണ് ആ ദിക്ർ? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പാകട്ടെ, ജുമഅയ്ക്ക് ശേഷമാകട്ടെ, വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ പറയാൻ പോകുന്ന ദിക്റിനെ ഒരു വട്ടമോ നിശ്ചിത എണ്ണം, എത്ര എണ്ണമാണോ ചൊല്ലാൻ കഴിയുക, ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടെന്നാണ്. ഏതാണ് ആ ദിക്ർ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നുകൂടി കേട്ടോ. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്നുകൂടി കേട്ടോ. ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദീഅസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം. എന്താണ് അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ ആരാധനക്കർഹൻ നീ അല്ലാതെ ഒരാളില്ല. യാ ഹന്നാനു യാ മന്നാൻ, നീയാണ് എല്ലാത്തിനും ഉതകുന്നവൻ. നീ പടച്ചവനെ ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. യാ ബദീഅസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെയൊക്കെ പരിഗണിക്കുന്നവനും പരിചരിക്കുന്നവനും നീയാണ്. അതിനൊക്കെ നീയാണ് സൃഷ്ടിക്കുന്നത് പടച്ചവനെ. യാ ദൽ ജലാലി വൽ ഇക്റാം, നീ അല്ലാതെ മറ്റൊരു ഇക്റാം ഇല്ല, ആദരണീയനില്ല എന്നർത്ഥം വരുന്ന ഈ പരിശുദ്ധമായ ഇസ്മുകളെ, ദിക്റുകളെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ദുആക്ക് മുമ്പ് ഇത് പറഞ്ഞിട്ട് ചൊല്ലിയാൽ, ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടാകുമെന്ന് മഹാരഥന്മാർ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിക്കാൻ കഴിയുകയാണ്. അത് മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ ദിവസങ്ങളെ പോലെയല്ല. ഉമ്മമാരെ, വെള്ളിയാഴ്ച നമ്മൾ ആദരിക്കണം, വെള്ളിയാഴ്ച ബഹുമാനിക്കണം. എല്ലാവരും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ആയുസുണ്ടെങ്കിൽ ഒരു കഹ്ഫും കൂടി പാരായണം ചെയ്താൽ ഈ 2 ജുമഅയ്ക്കിടയിലുള്ള പാപങ്ങളെല്ലാം പുറത്തുവരുമെന്നാണ്. അതുപോലെ മസീഹു ദജ്ജാലിന്റെ ഉപദ്രവം
ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമെന്നാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചില വലിയ പ്രതിഫലമാണ്. അതുപോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, അതുപോലെ നഖം മുറിക്കുക, അതുപോലെ കക്ഷരോമവും ഗുഹ്യരോമമൊക്കെ നീക്കാൻ കഴിയുന്നവർ അത് നീക്കി കളയുക. അതൊക്കെ വെള്ളിയാഴ്ച പ്രത്യേക സുന്നത്താണ്. സുഗന്ധം പൂശുക, നമസ്കാരത്തിന് നേരത്തെ തന്നെ മുസ്ലിം ഉമ്മമാരെ, നിങ്ങൾക്ക് ജുമുഅയില്ല ദുഹറാണ്, സാധാരണ അടുക്കളയിൽ കിടന്ന് ജോലി വ്യാപൃതരായി തിരക്ക് കൂട്ടുന്നത് മാറ്റിവെച്ചിട്ട് വെള്ളിയാഴ്ചയെങ്കിലും ആ ജുമയ്ക്ക് വാങ്ങി വിളിക്കുമ്പോൾ തന്നെ ഒന്ന് കുളിച്ച് റെഡിയായി ആ മുസല്ലയിലേക്ക് വന്നിരുന്ന് കുറച്ച് ദിക്റുകളും ദുആകളൊക്കെ ചെല്ലുക. ജുമാ നമസ്കാരം കഴിഞ്ഞേ നമുക്ക് ദുഹർ നിസ്കരിക്കാവുന്നൊന്നുമില്ല. നമുക്ക് നിസ്കരിച്ചിട്ട് അല്പസമയം അവിടെ ഇരുന്ന് ഖുർആനും ദിക്റും ദുആയൊക്കെ ഇരുന്നാൽ അതൊരു വലിയ പുണ്യമാണ്. അതുപോലെ സ്വതക്കകൾ അധികരിപ്പിക്കുക, കുടുംബ ബന്ധം ചേർക്കുക. വെള്ളിയാഴ്ച ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം വലിയ പുണ്യമാണ്. അതുപോലെ മക്കളെയൊക്കെ പള്ളിയിലേക്ക് ഒരുക്കി വിടുക, അതൊക്കെ ഇബാദത്താണ്. ഭർത്താവിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇറങ്ങുമ്പോൾ പറയുക, ഖബറിൽ വാപ്പുമുണ്ടിട്ടോ, ഉപ്പുപ്പുണ്ടിട്ടോ, വാപ്പുണ്ടിട്ടോ, ഉമ്മുണ്ടിട്ടോ, ഒന്ന് പോയിട്ട് വരണം, ആ ഖബർ സിയാറത്ത് ചെയ്തിട്ട് വരണം. മക്കളെയൊക്കെ അത് പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ജുമയ്ക്ക് പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ പോവുക, നല്ല വസ്ത്രം ധരിക്കുക, പള്ളിയിൽ പോയിരിക്കുക, എന്നിട്ട് ഇഅ്തികാഫിന്റെ നിയത്ത് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചു. ആരെങ്കിലും അസ്ർ നമസ്കാരം കഴിഞ്ഞ് 80 വട്ടം ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്നാണ്. 80 വയസ്സ് വരെ ജീവിക്കും നമുക്കൊരു ഉറപ്പില്ല. എന്നാലും കേട്ടോളി, 80 വർഷത്തെ പാപം അല്ലാഹു പുറത്തു തരും. ഈ പറയുന്ന ദിക്ർ, ഈ സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ അസ്ർ നിസ്കാരം കഴിഞ്ഞു പാപ്പമാരെ ആ നിസ്കാര പയിലിരുന്നു കൊണ്ട് വേഗം ചൊല്ലി തീർക്കാൻ കഴിയും. 80 വട്ടം നിങ്ങൾ ചൊല്ലി. ഏതാണ് ദിക്ർ, ഏതാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമ. ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമ. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമ. 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. അതുപോലെ തൗബയുടെ ഒരു പദമുണ്ട്, ഒരു പദ്യമുണ്ട്, 4 വരിയുണ്ട്. അത് നിങ്ങൾ ചൊല്ലിയാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊക്കെ എപ്പോഴും ചൊല്ലിയിരുന്ന ദിക്റാണ്. ഇത് ചൊല്ലിയാൽ തൗബയില്ലാതെ മരിക്കൂലെന്നാണ്. വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോഴും ചൊല്ലാം. പക്ഷെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചൊല്ലൽ പ്രത്യേകം കൂലിയുണ്ട്. ഏതാണ്? ഇലാഹി ലസ്തു ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഒന്നുകൂടി കേട്ടോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇത് തൗബയുടെ പദമാണെന്ന് പറഞ്ഞവരുണ്ട്. തൗബയാണ് ഇതെല്ലാം. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എല്ലാ ഫർദ് നിസ്കാര ശേഷവും, വെള്ളിയാഴ്ച ആക്കേണ്ട, എല്ലാ ഫർദ് നമസ്കാര ശേഷവും ഒരു 5 വട്ടം, ഒരു 3 വട്ടം നമ്മൾ ഇത് പതിവാക്കിയാൽ ഉറപ്പായും മഹാരഥന്മാർ പഠിപ്പിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉറപ്പിച്ചു പറയും, ആ മനുഷ്യൻ തൗബയിലായിട്ടല്ലാതെ മരണപ്പെടൂലെന്നാണ്. അവ വെള്ളിയാഴ്ച പ്രത്യേകം കൂലിയുണ്ട്. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫർദ് നിസ്കാര ശേഷം ഈ 4 വരി ഒന്ന് പഠിക്കുക. എത്ര സമയം വേണം? ഒന്ന് കാണാതെ പഠിച്ചൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലുക. എഴുതി ഭിത്തിയിൽ ഒട്ടിക്കുക. നിസ്കാര റൂമിൽ ആ ഭിത്തിയിൽ ഒട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ചൊല്ലുക. നിസ്കാര സമയത്തിന് ശേഷമാക്കണ്ട, എപ്പോഴും ചൊല്ലാം. ഇതൊരു തൗബയാണ്. ഇത് പതിവാക്കുന്നവർക്ക് തൗബയില്ലാതെ മരണമില്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ ആശയം നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദുൽഖഅദ മാസം നമ്മൾ ഇവിടെ പറയുന്നു. ചെയ്തുപോയ അപരാധങ്ങളൊക്കെ നമുക്ക് അള്ളാഹുലേക്ക് ഏറ്റുപറയേണ്ട മാസം. ഇനി അടുത്ത് വരാനുള്ളത് പുണ്യങ്ങളുടെ വരദാനമായ ഹജ്ജ് നിർബന്ധമാക്കിയ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കടന്നു വരുന്നു. ആ മാസത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ആ മാസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഇഷ്ടമായില്ലേ? എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഇതുപോലെ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ലൈക്ക് ചെയ്യുക. ഓരോ ലൈക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു കാരണമാണ്. നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ ഒരു കാരണം. എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ വോയിസ് ഓഫ് ഷഫീഖ് ബജ്രി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ വിനീതൻ നേതൃത്വം നൽകുന്ന, നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു മജ്ലിസാണ് ബദറിൻ തീരം എന്ന മജ്ലിസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം യൂട്യൂബ് ചാനലിലൂടെയാണ് ആ മജ്ലിസ്. തിബ്ബു സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലി മഹാന്മാരെ വസീലയാക്കി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ്. അതിലും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ബദറിൻ തീരം എന്നാണ് ആ മജ്ലിസിന്റെ പേര്. രാത്രി 9 മണിക്ക് ബദറിൻ തീരം യൂട്യൂബ് ചാനലിലൂടെ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുമിച്ചിരിക്കാം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദ്വാരക്കണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും
എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സന്തോഷവും സമാധാനം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പം മരിച്ചാലും ഈമാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളും ദ്വാരക്കിൽ പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.